ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ തൈരൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കപ്പാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈസിൽ നമ്മൾ പോപ്കോണൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പറിൻ്റെ കപ്പില്ലേ, അതെടുക്കാം. ഇനി നമ്മൾ ഇതിന് മൊത്തമായിട്ടൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വയ്ക്കണം. ഈ ഉള്ളിലത്തെ ഭാഗം ഞാൻ വൈറ്റായിട്ട് തന്നെയാണ് വെക്കുന്നത്. ജസ്റ്റ് ഈ ബോർഡറും അതുപോലെ പുറത്തും മാത്രമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഇതുപോലത്തെ ഒരു പിങ്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് 1 സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഈ പേപ്പർ കപ്പിൻ്റെ ഈ മേലെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവി ബോണ്ടാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 0.5-ൻ്റെ ഇതുപോലത്തെ സ്ട്രിപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പേപ്പർ എടുത്തിട്ട് പിങ്ക് ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് പിങ്ക് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു കപ്പിൻ്റെ മേലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം BTS ഫാൻസിന് വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് പിങ്ക് ഫാൻസിന് വേണ്ടിയിട്ടും ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വേണമെന്ന്. ഇനി ഫൈനലായിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് ഗ്ലിറ്റർ ഗ്ലൂ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെ കുറേ ഡോട്ട്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഉണങ്ങാനൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പെൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ബ്ലാക്ക് പിങ്ക് ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.